റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡ്മി 15 5G സ്മാർട്ട് ഫോൺ ആണിത്. 7000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്മാർട്ട് ഫോൺ 18 വാട്ടിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പവർ ബാങ്ക് കണക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ ഇത് മാത്രം പോരല്ലോ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു കിടിലൻ കേസ് വരുന്നുണ്ട്. 33 വാട്ടിന്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ. എനിവേ 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ടൈറ്റാൻ ഗ്രേയിലും റിപ്പിൾ ഗ്രീനിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബാക്ക് പാനലും ബോഡി ഫ്രെയിമും യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. 8.4 mm ബോഡി തിക്നെസ്സും 217 ഗ്രാമാണ് ബോഡി വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബാക്ക് പാനൽ അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള കർവ് ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് IR ബ്ലാസ്റ്റർ, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരു സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. താഴ്വശത്താണ് ഇന്റർണൽ മൈക്ക് ടൈപ്പ് സി ചാർജിംഗ് സ്പോട്ട്. സ്പീക്കറുകൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP64 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ആ 144 ഹെർട്സ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗെയിം അല്ലെങ്കിൽ അപ്ലിക്കേഷനിൽ മാത്രമേ സപ്പോർട്ട് ആകുള്ളൂ. സാധാരണ രീതിയിൽ 120 ഹെർട്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുക. എനിവേ 6.9 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. താഴെയൊക്കെ പക്ഷേ കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഒരു ബസലും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. 374 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. 850 നിറ്റ്സിൻ്റെതാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ മൾട്ടിമീഡിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു IPS LCDക്ക് പകരം MOLED കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വേറെ ലെവലിൽ എത്തുമെന്ന കാര്യം ഒരു സംശയമില്ലായിരുന്നു. പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. Qualcomm Snapdragon 6S Gen 3 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.3 GHz ക്ലോക്ക് സ്പീഡും Adreno 619 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന. GPU എന്ന് പറയുന്നത് ഒരു സാധാരണ യൂസറെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളോ എനിക്ക് ഇതുവരെ ഈവൻ ഹാങ്ങിങ്ങിൻ്റെ കാര്യത്തിലും വലിയൊരു ഇഷ്യൂസോ കാര്യങ്ങളോ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടി നമ്മളൊരു നോർമൽ ഒരു തരത്തിലൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളും ഞാനിതിൽ കളിച്ചിട്ടുള്ളത് Asphalt 9 ആണ്. Asphalt 9 അല്ലെങ്കിൽ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ തുടങ്ങിയിട്ടുള്ള ഭയങ്കര ഹൈ ഗ്രാഫിക്സ് ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ടൈം പാസ് കണക്ക് എന്നുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. 4GB 128ഉം 8GB 256ഉം. അതിൽ 8GB 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻ്റാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. LPDDR4X RAM ടൈപ്പിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 2.2 ആണ്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. അപ് ടു 2TB വരെ നമുക്കിതിൽ മെമ്മറി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ് ടു 8GB വരെ നമുക്കിതിൽ RAM എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5G സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അതും 18ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് വരുന്നത്. ഡ്യുവൽ വൈഫൈ ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IR ബ്ലാസ്റ്ററും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് HyperOS 2ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇത്ര വർഷത്തെ അപ്ഡേറ്റ് ലഭിക്കുമെന്നത് കൺഫേംഡ് അല്ലെങ്കിൽ കൂടിയും സാധ്യത എന്ന് പറയുന്നത് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ചെറുതായിട്ടുള്ള ബ്ലോട്ടേഴ്സും മാഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. പക്ഷേ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സാധാരണ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ അധികം കണ്ടുവരാത്ത
സെക്കൻഡ് സ്പേസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അഥവാ നമുക്ക് ഈ ഒരു ഡിവൈസിനെ തന്നെ 2 ഡിവൈസ് കണക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രൈമറി ആയിട്ടുള്ള ആ ഒരു സെക്ഷനിൽ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു അപ്ലിക്കേഷൻസും കാര്യങ്ങളും എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതേസമയം തന്നെ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെക്കൻഡ് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സെക്കൻഡ് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാറ്ററി ലൈഫ് തന്നെയാണ്. 7000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നത്. എനിവേ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഒരു ഹെവി യൂസർ ആണെങ്കിലും ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികമോ ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 18 വാട്ടിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പവർ ബാങ്ക് കണക്കെ നമുക്ക് മറ്റൊരു സ്മാർട്ട് ഫോണും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ലൗഡി അല്ല, ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയർഫോണൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് എന്നുള്ള രീതിയിൽ ഫിംഗർ ലോക്ക് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ആനിമേഷന്റെ ചെറുതായിട്ടുള്ള ഒരു ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ 3 ക്യാമറ പിറകിലുണ്ടെന്ന് തോന്നുമെങ്കിലും ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. 50 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ്, രണ്ടാമത് വരുന്നത് ഓക്സിലറി ലെൻസ് ആണ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ മാത്രമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ചില ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ ചില ഫോട്ടോസിൽ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് കുറവാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡൈലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDRന്റെ കാര്യമാണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയും അത്യാവശ്യം ലൈറ്റിംഗ് ഉള്ള കണ്ടീഷനിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സമയത്ത് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസ് കുറവെന്നുള്ള രീതിയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR പെർഫോമൻസ് നമുക്ക് ഓക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡയലൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ പെർഫോമൻസ് ആണ് എനിക്ക് റിയർ ക്യാമറയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ സെൽഫി ക്യാമറയിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റെഡ്മി 15 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+256GB 649 ഖത്തറിയാണ്. ഏകദേശം ഇന്ത്യയുടെ 15,000 രൂപയ്ക്ക് മുകളിലാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഖത്തറിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ 14 വരെ 49 ഖത്തർ റിയാൽ വില വരുന്ന റെഡ്മി ബഡ്സ് 6 Play എന്ന് പറയുന്ന ഒരു ഇയർബഡ്സ് ഇതിൻ്റെ കൂടെ ലഭിക്കും. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്ന് വാങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 വർഷത്തെ വാറണ്ടിയാണ് ഒഫീഷ്യലി റെഡ്മി ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റർടെക് ആണ് ഡിസ്ട്രിബ്യൂട്ടർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന ആ ഒരു സ്മാർട്ട് ഫോണിന് ബോക്സിന് മുകളിലായിട്ട് 2 വർഷത്തെ ഇന്റർടെക് വാറണ്ടിയുടെ ആ ഒരു എംബ്ലം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഓവറോൾ പറയാനാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസറാണ്, അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ തേടുന്ന ഒരു സ്മാർട്ട് ഫോണാണ് തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതല്ലാതെ മറ്റു ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.